തന്റെ നഷ്ടത്തിന്റെ കനമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും എന്റെ നഷ്ടത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നു മുതല് നീ നിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കാൻ തുടങ്ങും. ഫ്ലാഷ് ബാക്ക്. അളിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല. ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. എനിവേ, വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പ് ആദ്യം അറിയിക്കുകയാണ്. അബ്ദുള്ള ബാസിലും സംഘത്തിനും സന്തോഷകരമാകാനുള്ള ഒരു അറിയിപ്പാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. 7 ദിവസത്തെ ഒരു ഡെഡ് ലൈൻ ആണ് നമ്മുടെ നിലവിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിന് ഉള്ളത്. എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഭീരുക്കളായ ജിഹാദി കൂട്ടം നമ്മളെയാണല്ലോ മച്ചമ്പി. കഴിഞ്ഞ ഒറ്റ ദിവസത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ ചാനലിൽ പൂട്ടാനുള്ള എല്ലാ പണിയും ചെയ്തു വെച്ചിട്ടുണ്ട്. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇന്നലത്തെ ലൈവ് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, കൊള്ളേണ്ടതുപോലെ കൊണ്ടു. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അപ്പൊ ആ കൂട്ടത്തിന്റെ ഏറ്റവും പുതിയ യുദ്ധമുറ ആയിട്ടുള്ള ചാനൽ ടെർമിനേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നതിലേക്കാണ് അവരിപ്പോ കടന്നിട്ടുള്ളത്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഗതികേട്. നട്ടലിന് ഉറപ്പെന്നല്ല, ചാറില്ല എന്നാണ് പറയാ നാടൻ ഭാഷയില്. നാട്ടുകാർക്കൊക്കെ അറിയാം. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. മലപ്പുറത്തുകാർക്ക് എന്തായാലും അറിയാം, നിങ്ങൾക്ക് ചാറില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതൊരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിനെതിരെ വരുന്ന ആശയങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജിഹാദി സംഘമായിട്ട് അൺമാസ്കിംഗ് അനോമലീസും, പിന്നെ ഇപ്പോൾ അബ്ദുള്ള ബാസിൽ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയായിട്ട് കേരളത്തിൽ മാറുകയാണ്. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അവർ ഓൺലൈൻ ചെയ്യുന്ന വീഡിയോകൾ നാട്ടുകാർ കാണുന്ന യൂട്യൂബിൽ മറ്റുള്ളവർ അവർക്കെതിരായി പറയുന്ന അഭിപ്രായങ്ങൾ, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവിടുന്ന് ഡിലീറ്റ് ചെയ്യും. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഒരൊറ്റ നെഗറ്റീവ് കമന്റ് പോലും ഇല്ല. യു.എ ഒരു സംഭവം തന്നെ കേട്ടോ എന്ന് നാട്ടുകാർക്ക് തോന്നണം. നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു. ഈ സമയം വളരെ പ്രത്യേകമാണ്, ശ്രദ്ധിക്കണം. മുർത്തദ് സെന്റർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തത് മുതൽ ഇവരാകെ അങ്കലാപ്പിലാണ്. നിന്റെ തലെടുക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടടാ തോരപ്പൻ ബാസ്റ്റിൻ. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ടോ? ഇവരെ കൈകാര്യം ചെയ്യുന്നതിന് ഭാഗമായിട്ട് നമ്മൾ മുജാഹിദ് സെന്ററിനും വിസ്ഡം ഹൗസിനും ബദലായിട്ട് കൊച്ചിയിൽ മുർത്തദ് സെന്റർ തുടങ്ങാൻ പോവാണ്. അത് ജനുവരിയിൽ പൂർത്തീകരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചന്ദ്രൻ തൊടിയിലെ കാരണവന്മാര് പണ്ട് എവിടെയൊക്കെ വിതച്ചിട്ടുണ്ടോ അതൊക്കെ കൊയ്തിട്ട് അവൻ പോവും. ഈ തടി ഇവിടുത്തെ ചോറാടാ. ഇവിടത്തെ കപ്പിത്തന്മാരാണെങ്കിൽ നാട്ടിക്കണ എനിക്ക് സൈക്കിളടാ. ഓൺലൈനിൽ അഭിപ്രായം പറയുന്ന ഒരാളുടെ ചാനലാണ് ഇവർ പൂട്ടിക്കുന്നതെങ്കിൽ ഓഫ്ലൈനിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി സംവദിക്കാൻ പോകുന്ന ഒരാളെ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛനും പുത്തരിയല്ല. അതുകൊണ്ട് ഞാൻ ഓഫ്ലൈനിൽ ഇറങ്ങിയാൽ ഇവരെന്നെ തീർക്കുന്നത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ആയിരിക്കും. എന്റെ മാനം പോയി ബാബു. ബാബു നമ്മുടെ 3-4 ആളുകളെ ഏർപ്പാട് ചെയ്യണം. തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല. ഞങ്ങൾ ഇതിന് നാട്ടില് വേറൊരു പ്രയോഗ പറയാ, ഹുണ്ടി കയ്യിൽ ചാറില്ല എന്നാണ് പറയാ. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ? പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും കേട്ടോ. അബ്ദുള്ള ബാസിലെ എത്ര ഉള്ളൂ നീ? ഇത്രയേ ഉള്ളൂ വിസ്ഡം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അപ്പൊ ചാനൽ പൂട്ടിപ്പോയാൽ ഞാൻ ഇത് നിർത്തിക്കോളും എന്ന് അബ്ദുള്ള ബാസിൽ കിനാവ് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. പക്ഷെ ശ്രീധര, അകത്തോട്ട് കയറിപ്പോയ ആ നരിന്ദിനെ മുന്നിൽ നിർത്തി നീയും ഇവന്മാരും നിന്റെ തന്തക്കഴുവനും കൂടി എത്ര ഒത്തുപിടിച്ചാലും ദാണ്ടെ ഈ പിള്ളയുടെ രോമത്തിന്റെ ഔട്ടർ ഫീൽഡിലൊന്നും സ്പർശിക്കാൻ പോലും പറ്റത്തില്ല. ഇതേ ഇനവും തരവും തണ്ടിയും വേറെയാടാ ശ്രീധര, നീ താങ്ങത്തില്ല. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണുണ്ട്. ഒരുങ്ങിക്കോ,
മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ.